പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരായിരുന്നു? അറിയില്ല, എനിക്ക് അറിഞ്ഞൂടാക്കളെ. OMV കുറുപ്പ് അല്ല, ചങ്ങമ്പുഴ. കുമാരനാശൻ. അത് ഉള്ളൂരാണ്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് ആദ്യ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് പേരെന്താണ്? വിൻസെന്റ്. വിൻസെന്റ് ഗോമസ് ആണ്? അല്ല. അപ്പോൾ വിൻസെന്റ് സ്വന്തം സ്ഥലം വക്കം. അപ്പോൾ ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സമ്മാനമാണ്. നിരവധി വിദ്യാർത്ഥികളാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങി അവരിപ്പോൾ ജോലിയിലേക്ക് പ്രവേശിച്ചു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരായിരുന്നു? പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി അറിയില്ല. എന്നാ പറയണം? പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി അറിയില്ല. എന്തായാലും ഈ ബസ് സ്റ്റാൻഡിൽ നിരവധി ആൾക്കാരുണ്ട്, ആരെങ്കിലും പറയാൻ നോക്കാം. ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി അറിയില്ല. പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരായിരുന്നു? അറിയത്തില്ല. അപ്പോൾ ആറ്റിങ്ങൽ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. നിങ്ങൾക്കൊരു അധ്യാപികയാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയഭാരതിനെ യൂസ് ചെയ്യുക. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർക്കെല്ലാം 90% ആൾക്കാർക്കും ഇപ്പോൾ അവർ അധ്യാപികമാരായി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും പറയുന്നൊക്കെ ചേച്ചിക്കറിയാമോ പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി? പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരായിരുന്നു? എനിക്ക് അറിഞ്ഞൂടാക്കളെ. ചെറുശ്ശേരിയല്ല. OMV കുറുപ്പ് അല്ല, OMV കുറുപ്പാണ്. അറിയാമോ? പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരെന്നറിയാമോ? ചങ്ങമ്പുഴ. അത് ക്ഷയരോഗമാണ്. പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരായിരുന്നു? അറിയത്തില്ല. ഒരുപക്ഷെ കുമാരനാശാനല്ല. അറിയില്ല. പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരായിരുന്നു? അറിയത്തില്ല. അറിയാമോ പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി? പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരാണെന്നാ? എന്റെ ദൈവമേ, അത് ഉള്ളൂരാണെന്ന് എൻ്റെ ഒരു ഇത്. ഉള്ളൂരല്ല, മറ്റൊരാളാണ്. ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സർക്കാർ അംഗീകാരമുള്ള 2 സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏക സ്ഥാപനം കൂടിയാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പേ വിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി ആരായിരുന്നു? കുമാരനാശൻ. പേ വിഷബാധയേറ്റ മലയാള കവിയല്ലേ? കുഞ്ചൻ നമ്പ്യാർ. എനിക്കറിയില്ല. വീണത്
കുഞ്ചൻ നമ്പ്യാർ. ഉറപ്പാണോ? ഓ തന്നെ ഓ പേവിഷബാധയേറ്റ് മരണപ്പെട്ട മലയാളത്തിലെ കവി കുഞ്ചൻ നമ്പ്യാരാണ്. ആദ്യം കുമാരനാശാൻ പറഞ്ഞു. കുമാരനാശാൻ ബോട്ടപകടത്തിലല്ലേ വെച്ച്? അല്ല, സ്കൂളിൽ ഈ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ കുഞ്ചൻ നമ്പ്യാരോ കുമാരനാശാനാണെന്ന് അറിയായിരുന്നു. എന്തായാലും ശരിയായിട്ടുള്ള ഉത്തരത്തിൽ എത്തിക്കഴിഞ്ഞു. എവിടെയാണ് പഠിക്കുന്നത്? CSI. CSIയിലല്ലേ? ഭേദപ്പെട്ട സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. ആ തുള്ളൽ കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയായ കുഞ്ചൻ നമ്പ്യാരാണ് പേവിഷബാധയേറ്റ് മരണപ്പെട്ട മലയാള കവി. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റെജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.